അടുത്ത ദിവസം രാവിലെ തന്നെ നന്ദിനിയുടെ ഫോണിലേക്ക് കാർത്തു വിളിക്കാൻ ട്ടോ. ചേച്ചി കാർത്തു ആണ്. ഞാൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയ വഴിയാണ്. ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. എന്റെ അക്കൗണ്ടിലേക്ക് കുറെ കാശ് വന്നിട്ടുണ്ട്. എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ട്ടോ നന്ദിനി. 5 ലക്ഷം രൂപയുണ്ട് എന്ന് പറയാൻ ട്ടോ അവളെ. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദിനി പറയുന്നുണ്ട്, മോളെ അത്രയൊന്നും നമുക്ക് വേണ്ട. മോളൊരു കാര്യം ചെയ്യ്, അതിൽ നിന്നും 20,000 രൂപ എടുത്തിട്ട് ബാക്കി പണം ആ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് പേ ചെയ്തേക്ക് എന്ന് പറയാൻ ട്ടോ. എന്നാലും അതെന്താ ചേച്ചി അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കാർത്ത്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് വേണ്ട. മോൾ ഇപ്പൊ തന്നെ തിരിച്ചയച്ചേക്ക് എന്ന് പറയാൻ ട്ടോ. അങ്ങനെ കാർത്തു ബാക്കി പണം തിരിച്ചയക്കാൻ ട്ടോ. അതേസമയം യതീന്ദ്രൻ സാർ രാവിലെ തന്നെ സിറ്റൗട്ടിൽ പോയിരുന്ന് പേപ്പറൊക്കെ നോക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് ട്ടോ. ആ മെസ്സേജ് കണ്ടതും അദ്ദേഹം ആകെ ഷോക്കാവുകയാണ്. അപ്പോഴാണ് ട്ടോ നന്ദിനി അവിടേക്ക് ഒരു കപ്പ് ചായയുമായിട്ട് വരുന്നത്. ഇതാ സാർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മോളെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഞാൻ പണം അയച്ചിരുന്നു, അതിപ്പോഴിതാ തിരിച്ചയച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെ അത് ഞാനും പറഞ്ഞു. എന്തിനു മോളെ? അത് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെലവിന് അയച്ചതല്ലേ. മുഴുവൻ രൂപ ഇല്ല സാർ, 20,000 രൂപ എടുത്തിട്ടുണ്ട്. അതൊഴിച്ച് 4,80,000 രൂപയാണ് തിരിച്ചയച്ചിരിക്കുന്നത്. അർഹത ഇല്ലാത്തതും ഞങ്ങൾക്ക് എന്തിനാ സാർ ഡെപ്പോസിറ്റ് ആയിട്ട് എന്ന് പറയാൻ. എന്തിനാ മോളെ ഇങ്ങനെ? അത് പ്രിയങ്കയുടെ പേരിലോ കാർത്തുവിന്റെ പേരിലോ കിട്ടാൽ പോരെ. ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ആ വീട്ടിലുണ്ടാകില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദിനി പറയുന്നത്, ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്റെ ശമ്പളമായിട്ട് അത് മതി. എല്ലാ മാസവും സാർ 20,000 രൂപ മാത്രം ആ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചോ, അപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൾ പോവാൻ ട്ടോ. അടുക്കളയിലെത്തിയ നന്ദിനിയോട് രാജുവേട്ടന് പറയുന്നത്, എന്തിനാ മോളെ അത് തിരിച്ചയച്ചത്? അത് സാറ് സന്തോഷത്തോടു കൂടി മോൾക്ക് തന്നതല്ലേ. അത് മോൾക്ക് വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളിൽ അതിനു വേണ്ടി ഉപയോഗിച്ചാൽ മതിയായിരുന്നില്ല. 2 അനിയത്തിമാരെയും പഠിപ്പിക്കാൻ അതിനൊക്കെ ഒത്തിരി ക്യാഷ് ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നന്ദിനി പറയുന്നുണ്ട്, രാജുവേട്ടാ, എന്റെ അച്ഛൻ വലിയ കോടീശ്വരനൊന്നുമല്ല. എന്നാൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ഉത്സവങ്ങൾക്കും ഞങ്ങളെ കൊണ്ടുപോകും. അവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളുണ്ടാകും. ആ സമയത്ത് ഞങ്ങൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അച്ഛന്റെ പോക്കറ്റിൽ നിന്നുള്ള ക്യാഷ് ഞങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ച് തരും. എന്നിട്ട് പറയും, ഈ ക്യാഷ് കിട്ടുന്ന കളിപ്പാട്ടങ്ങളെല്ലാം എന്റെ മക്കൾ തൊട്ട് നോക്കിയേക്ക്. എന്നിട്ട് പറയും, ഇതിൽ കൂടുതൽ എന്ത് മോഹിച്ചാലും ഈ അച്ഛന് വാങ്ങിത്തരാൻ പറ്റില്ല. അന്നേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളർന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി. രാജുവേട്ടനെ അറിയോ, എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ കഞ്ഞി മാത്രം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അതിലും ഞങ്ങൾക്ക് സന്തോഷമായി. എല്ലാവരും ഒരുമിച്ചാണല്ലോ. അങ്ങനെ എത്ര കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവൾ പഴയ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറയാൻ. എല്ലാം കേട്ട് നിൽക്കുന്ന രാജുവേട്ടന് ഭയങ്കര വിഷമം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് യതീന്ദ്രൻ സാറ് ആരെയെ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കാൻ. കാറിൽ നിന്നും ഇറങ്ങി അദ്ദേഹം ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എത്തിയ സ്ഥലം എവിടെയാണെന്ന്, നിങ്ങൾ വേഗം എത്തണം എന്നൊക്കെ പറയാൻ. എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് ട്ടോ അദ്ദേഹം വിവേകിനെയും ആരതിയെയും കാണുന്നത്. അവരെ കണ്ടതും അവരുടെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇവിടെ എന്നൊക്കെ തിരക്കിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നന്ദിയുടെയും സൂര്യയുടെയും വിവാഹം നടന്ന സാഹചര്യമെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചപ്പോൾ ആ വിവാഹത്തിന് നിയമപരമായിട്ടുള്ള പിൻബലം ഉണ്ടാകില്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് ആ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ വിവേകും ആരതിയും ഒന്ന് ഷോക്കാവുന്നുണ്ട്. വിവേക് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെയൊക്കെ നടക്കുമോ സാർ? അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നുണ്ട്, പത്നിയുടെയും മറ്റും കാര്യങ്ങൾ ആലോചിച്ചാൽ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് നടത്തിയെടുത്തേ പറ്റൂ. അതിന് നിങ്ങൾ രണ്ടുപേരുടെയും സഹായം എനിക്ക് ആവശ്യമാണ് എന്ന് പറയാൻ ട്ടോ. വിവേക് പറയുന്നത്, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഞങ്ങളെ കൊണ്ടാവുന്നത് വിധം ഞങ്ങൾ സാറിനെ സഹായിക്കും. എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നുണ്ട്, സൂര്യക്ക് ഏറ്റവും ആകെ അടുപ്പമുള്ളത് നിങ്ങൾ രണ്ടുപേരുമായിട്ട്. നിങ്ങളെന്ന് വെച്ചാൽ അവന് ജീവനാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അവനെ ഒന്ന് ഉപദേശിക്കും. അവന്റെ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുപോലെ നന്ദിനിയോടുള്ള അവന്റെ പെരുമാറ്റവും. ആരതി പറയുന്നുണ്ട്, ഞങ്ങളെ ഏട്ടനോട് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതൊക്കെ മാറിക്കോ, അവനൊരു പാവമാണ്. അവന് നന്ദിനിയോട് സ്നേഹമുണ്ടെന്നും എനിക്കറിയാം എന്ന് പറയാൻ. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, അത് എനിക്കും തോന്നിയിട്ടുണ്ട് സാറേ. ഉള്ളിന്റെ ഉള്ളിൽ അവൻ നന്ദിനിയോട് എവിടേക്കോ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നുണ്ട്, നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സൂര്യയെ നമുക്ക് പഴയ നിലയിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയാണ്. അതേസമയം ആരതി തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിനി നടന്നു വരുന്നത് കാണുകയാണ്. എന്താ നന്ദിനിയുടെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയണ്ട എന്ന് പറയട്ടെ യതീന്ദ്ര സാർ. എന്താ നിങ്ങൾ 3 പേരും കൂടി ഇവിടെ എന്ന് ചോദിക്കുന്ന നന്ദിനി. ഞങ്ങൾ 3 പേരും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിയതാ, വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് എന്ന് പറയാണ് ആരതി. അല്ല നന്ദിനി എങ്ങോട്ടേക്കാ ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഈ വഴിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ആരതി. അതെ, ഈ വഴിയാവുമ്പോൾ ഒരുപാട് നടക്കാനില്ലേ. ഈ വഴിയാവുമ്പോൾ പുറത്ത് ഒരുപാട് ആളുകളെയൊക്കെ മറ്റു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സന്തോഷപൂർവ്വം കുറെ നടന്ന് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയാൻ. എങ്കിൽ നിങ്ങൾ നടക്ക്, ഞാൻ ഒരാളെ കാണാൻ വന്നതാണ്, ഞാൻ അവനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യതീന്ദ്ര സാർ അവിടെ നിന്ന് പോവാൻ ട്ടോ. പിന്നീട് വിവേക് പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും നടന്നു വാ, ഞാൻ ബൈക്കിൽ പോവാം എന്ന് വിവേക് മുന്നിൽ പോവും. ശേഷം നന്ദിനിയും ആരതിയും കൂടി സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നടന്ന് നീങ്ങാൻ ട്ടോ. ശേഷം കാണിക്കുന്നത് യതീന്ദ്ര സാർ അദ്ദേഹത്തിന് പരിചയമുള്ള ആ അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കും. അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം അവർ രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടുക എന്നുള്ളതാണ്. അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞാൽ നന്ദിനി മോൾ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് സാവകാശം പറഞ്ഞ് റെഡിയാക്കണം എന്ന് പറയാൻ. വീണ്ടും അഡ്വക്കേറ്റ് പറയുന്നത്, പിന്നെ വേണ്ടത് നന്ദിനിയുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അഡ്രസ്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നത് യതീന്ദ്ര സാർ. വിവാഹം നടന്നിട്ടില്ലെങ്കിലും അതിനുള്ള ക്ഷണക്കത്തും ഉണ്ടാകുമല്ലോ. അങ്ങനെ എവിഡൻസ് എന്തുകൊണ്ട് നല്ലതാണ്.
ഡീറ്റെയിൽസ് പ്രസ്സിൽ കൊടുത്താൽ അന്നത്തെ ദിവസത്തിലുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ് അവർ തയ്യാറാക്കി തരും. ശേഷം ചോദിക്കുന്നുണ്ട്, അന്ന് വിവാഹ മണ്ഡപത്തിന്റെ പേയ്മെന്റ് കൊടുത്തത് ആരാണ്? അപ്പോൾ എതിൻ സർ ഞാനാണ് പറയുന്നുണ്ട്. അതിന്റെ റെസീറ്റ് അങ്കിളുടെ കയ്യിലുണ്ട് എങ്കിൽ അതും കൂടി വേണം എന്ന് പറയട്ടെ അദ്ദേഹം. പിന്നെ നന്ദിനിയുടെയും സൂര്യയുടെയും ഓരോ ഫോട്ടോയും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കിടെ എതിൻ സർ ആശ്വാസത്തോടെ നിൽക്കുക. ഇനി എങ്ങനെയെങ്കിലും നന്ദിയുടെ ഡീറ്റെയിൽസ് ഒപ്പിക്കണം എന്നൊരാഗ്രഹത്തിലാണ്. അതേസമയം കാണിക്കുന്നത് വിവേകിന്റെ വീടാണ്. അവിടെ നന്ദിനി ആരതിയെ കറികളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാണ്ട്. ആ സമയത്താണ് വിവേക് വന്ന് പറയുന്നത്, ആരതി 15 പേർക്കുള്ള ഫുഡ് പെട്ടെന്ന് തയ്യാറാക്കണം. എന്താ കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആരതി പറയുന്നത്, പെട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യാ? എന്നാലും ഇവിടെ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് ഐറ്റംസ് ഉണ്ടാക്കാം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കൂടുതൽ പേരുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പറയാമല്ലേ വിവേകേട്ട? എന്നാൽ ആ കാര്യം എളുപ്പമാക്കാമല്ലോ. മാത്രമല്ല ഇന്നെന്താ ഫ്രണ്ട്സ് ആണോ വിവേകിന്റെ ഗസ്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. വിവേക് പറയുന്നത് ഫ്രണ്ട്സ് ഒന്നുമല്ല, ഇത് ആരതിയുടെ ചെറിയൊരു ബിസിനസ്സാണ്, കാറ്ററിങ്. നമ്മളോട് ഓൺലൈനിൽ ഫുഡ് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ ഫുഡ് റെഡിയാക്കി കൊടുക്കും, അവർ ഇവിടെ വന്ന് പിക്ക് ചെയ്യും എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാമല്ലോ. ആരതി പറയുന്നത്, ചെറിയൊരു വരുമാനം ഇരിക്കട്ടെടോ എന്ന് കരുതി തുടങ്ങിയതാണ്. മാത്രമല്ല ഹോംലി ഫുഡാണ് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യം, അതുകൊണ്ട് ഉള്ളത് വെച്ച് ഞാൻ റെഡിയാക്കി കൊടുക്കാറുണ്ട് എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് താല്പര്യം തോന്നുക. അവൾ പറയുന്നുണ്ട്, എങ്കിൽ ഞാനും ആരതിയെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ആരതി പറയുന്നുണ്ട്, വേണ്ട, നിനക്ക് വയ്യെങ്കിൽ നീ വീട്ടിൽ പോയിക്കോ, ഇതെല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് പറയാണേ. നന്ദിനി പറയുന്നുണ്ട്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒതുക്കിയ ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്, എനിക്ക് വൈകിട്ടൊന്നുമില്ല, ഞാൻ നിന്നെ സഹായിക്കാം. കൂടുതൽ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസകരമായിരിക്കില്ലേ? മാത്രമല്ല കൂടുതൽ ആളുകൾ കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നു, നീ എന്തിനാ നന്ദിനി ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇത് വെറുതെ അല്ല ആരതി, നിനക്ക് കിട്ടുന്ന ഒരു പങ്ക് എനിക്കും തന്നാൽ മതി, നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടുതൽ പേർക്ക് ഫുഡ് കൊടുക്കാനാവില്ലേ എന്നൊക്കെ പറയാൻ. ഇത് കേൾക്കുമ്പോൾ വിവേക് പറയുന്നത്, നീ എന്തിനാ നന്ദിനി ഈ വക കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? സൂര്യയുടെ ഭാര്യയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമില്ല വിവേകൻ, എനിക്ക് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, 2 അനിയത്തിമാരെ പഠിപ്പിക്കണം, അതിനൊക്കെ വേണ്ടി ഒരുപാട് പണം കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ബിസിനസ് ആകുമ്പോൾ എനിക്കും അതൊരു കാര്യമാകില്ല, അല്ലാതെ ചുമ്മാ കൂട്ടുന്ന ക്യാഷൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയേണ്ടവൾ. അതിനിടയ്ക്ക് യതീന്ദ്ര സാറ് വിവേകിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നന്ദിനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിവേക് ശ്രമിക്കാം എന്ന് പറയാൻ. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ വിവേക് നന്ദിനിയോട് അവളുടെ അച്ഛൻ്റെ പേരും വീട്ടുപേരും അഡ്രസ്സും അമ്മയുടെ പേരും കാര്യങ്ങളെല്ലാം ചോദിച്ച് സംഘടിപ്പിക്കാൻ. എന്നിട്ട് അതെല്ലാം യതീന്ദ്ര സാറിന് മെസ്സേജ് ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെ അദ്ദേഹത്തിന് സന്തോഷമാവാണ്. ശേഷം അദ്ദേഹം വക്കീലെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്, എന്നാൽ പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കാമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാൻ കേട്ടോ. എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം വണ്ടിയും എടുത്ത് പുറത്ത് പോവാൻ കേട്ടോ. അങ്ങനെ നന്ദിനി വിവേകിനോടും ആരതിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാണ്. അവൾ വന്നതുപോലെ തന്നെ റോഡ് വഴി തിരിച്ച് നടക്കുകയാണ് ട്ടോ. ആ സമയത്താണ് സൂര്യ നന്ദിനിയെ കാണുന്നത്. അവൻ വണ്ടി സൈഡാക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് നന്ദിനിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഏയ് നന്ദിനി! അങ്ങനെ നന്ദിനി അവിടെ നിൽക്കണ്ട. സൂര്യയെ കാണുമ്പോൾ നന്ദിനിക്ക് സന്തോഷമാണ്. നന്ദിനി ആരതിയെ കണ്ട് തിരിച്ചു മടങ്ങി വരികയാണല്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് അത്ഭുതം തോന്നുകയാണ്. അല്ല, സാറിന് എങ്ങനെ മനസ്സിലായെന്ന് അവൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുക. അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, താൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് ആരതിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അമ്പലം. ഈ സമയത്ത് എന്തായാലും താൻ അമ്പലത്തിൽ പോകില്ല, അപ്പോൾ പിന്നെ ഷുവർ അല്ലേ താൻ ആരതിയെ കണ്ട് തിരിച്ചു വരികയാണെന്ന്. തന്നെ ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്നൊക്കെ പറയാം. ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്കും സന്തോഷമാണ്. എന്തായാലും നീ നടന്ന് ക്ഷീണിച്ചതല്ലേ, വാ നമുക്ക് വെള്ളം എന്തെങ്കിലും കഴിക്കാം എന്ന് പറയും. അങ്ങനെ അവർ റോഡ് സൈഡിലുള്ള കരിക്കിട്ടിരിക്കുന്ന കടയിലേക്ക് കയറാൻ. എന്നിട്ട് അവിടെ നിന്നും 2 കരിക്കിനെ ഓർഡർ ചെയ്യാൻ. അങ്ങനെ ആ കടക്കാർ അത് റെഡിയാക്കി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോട് കൂടിയിട്ട് ആ കരിക്ക് കുടിക്കാണ്ടോ. ശേഷം കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ യതീന്ദ്രൻ സാറ് പ്രസ്സിൽ പോയിട്ട് സൂര്യയുടെയും നന്ദിനിയുടെയും വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ അടിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് കേട്ടോ. എന്നിട്ട് അവർ പൂജാ റൂമിൽ വെക്കുക. ശേഷം ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, നന്ദിനിയുടെയും സൂര്യയുടെയും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങയുടെ കൃപ കൊണ്ട് അവരുടെ ഈ വിവാഹം ഈ ധന്യമാക്കി തീർക്കണേ, അവർക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നൽകണം എന്നൊക്കെ പറയാം. ഒരുപാട് തടസ്സങ്ങളുണ്ട് അവരുടെ മുന്നിൽ, അതെല്ലാം മാറണം, അവരെ സന്തോഷത്തോടു കൂടി ഒരുമിപ്പിച്ച് ജീവിപ്പിക്കണം എന്നൊക്കെ പറയാൻ. പിന്നീട് കേൾക്കുന്ന പത്മക്ക് ദേഷ്യം വരും. ഓ, എന്തൊരു നല്ല അമ്മായിയപ്പൻ. എന്നിട്ട് അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് പൂജാ റൂമിനകത്ത് ഒരു കവർ വെച്ചിരിക്കുന്നത്. അതെന്താണ് എന്ന സംശയത്തോടു കൂടി പത്മ അതിനടുത്തേക്ക് പോവാൻ. എന്നിട്ട് കയ്യിൽ എടുക്കേണ്ട. ഇത് കണ്ടു നിൽക്കുന്ന യതീന്ദ്രൻ സാറ് ആകെ പേടിച്ച് നിൽക്കുന്നത്. അവരുടെ പ്ലാനുകളെല്ലാം കുളമായി എന്നവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് മുകളിൽ നിന്നും അമ്മേ എന്ന് വേദയുടെ നിലവിളി കേൾക്കുന്നത്. അത് കേട്ടതും പത്മം ആ ലെറ്റർ അവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ട്ടോ.